വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും ദുരന്തമുഖത്ത് എത്തി നോക്കാതെ വയനാട് MP പ്രിയങ്ക വാദ്ര. തിരച്ചിൽ ഏകോപിപ്പിക്കാനോ പുനരധിവാസ നടപടികൾക്കോ MP സ്ഥലത്തെത്താത്തതിനെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത്. കഴിഞ്ഞ ഒരു വർഷം വെറും 3 തവണ മാത്രമാണ് പ്രിയങ്ക വാദ്ര വയനാട്ടിലെത്തിയത്. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് വയനാടിനെ നടുക്കിക്കൊണ്ട് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും വയനാട് MP പ്രിയങ്ക വാദ്ര ഈ പ്രദേശത്തേക്കൊന്ന് എത്തി നോക്കിയിട്ട് പോലുമില്ല. വയനാട് MP പ്രിയങ്ക വാദ്ര മണ്ണിടിച്ചിൽ ദുരന്തം നടന്നതിന് ശേഷമിട്ട ഫേസ്ബുക്ക് കുറിപ്പാണിത്. ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നൊരു വരിയിലൊതുക്കി വയനാട് MPയുടെ വിഷയത്തിലുള്ള ഇടപെടൽ. ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണ്ണിടിച്ചിൽ പ്രദേശത്തെത്താനോ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനോ ഉള്ള ഒരു ശ്രമവും MPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്നാണ് വിമർശനം. വീഡിയോ കോൾ വഴി അവലോകന യോഗത്തിൽ പങ്കെടുത്തതല്ലാതെ പ്രിയങ്ക വാദ്ര വയനാട് MP എന്ന നിലയിൽ എന്തു ചെയ്തു എന്ന പ്രതിപക്ഷമുയർത്തുന്ന ചോദ്യത്തിന് കൃത്യമായൊരുത്തരം തരാൻ കോൺഗ്രസ് നേതാക്കൾക്കും കഴിയുന്നില്ലെന്നതാണ് വാസ്തവം. വയനാട്ടുകാരുടെ സ്വപ്ന പദ്ധതിയായ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതി നിർത്തിവെക്കേണ്ടി വരുമോ എന്ന ചോദ്യം ഉയരുമ്പോഴാണ് പദ്ധതി പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടെന്ന ആശങ്കയും ജനങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ ദുരന്തബാധിതരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താനും പ്രദേശവാസികളുടെ ആശങ്കകൾ കേൾക്കാനും MP എത്തിയില്ലെന്ന പരാതിയും ഉയരുകയാണ്. കഴിഞ്ഞ വർഷം വെറും 3 തവണ മാത്രമാണ് MP ആയ പ്രിയങ്ക വാദ്ര സ്വന്തം മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയത്. MP പ്രിയങ്ക വാദ്രയെ കണ്ടവരുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലക്സ് ഉയരാനും സാധ്യതയുണ്ട്. ക്യാമറമാൻ ശശികുമാർ പടത്തക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.